ലെറ്റ്സ് മേക്ക് സോയാബീൻ ഗ്രേവി. ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ പച്ചക്കറി ബിരിയാണിയിലാട്ടോ ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ട് കാണുന്നത്. അന്നൊക്കെ എൻ്റെ മനസ്സിലതൊരു നോൺ വെജ് ആയിരുന്നാ, ഇപ്പോഴല്ലേ മനസ്സിലത് വെജാണെന്ന്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വെറൈറ്റി ഗ്രേവിയാണ്. ആദ്യം തന്നെ അത് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, കോൺഫ്ലോർ, ഉപ്പ് ഇത്രയും ചേർത്ത് മസാല തേച്ചിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് എണ്ണ മാത്രം ഇട്ടാൽ മതി, കാരണം പെട്ടെന്ന് എണ്ണ പിടിക്കുന്ന സാധനമാണ് ഈ സോയാബീൻ. നമ്മൾ എത്ര എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും ആ എണ്ണയ്ക്ക് അത് വലിച്ചെടുക്കും. അതുകൊണ്ട് കുറച്ച് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ, എണ്ണ ഒന്നും ഉണ്ടാവില്ല, പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം ഞാൻ. ആ എണ്ണ ഫുള്ള് വരെ കുടിച്ചെടുത്ത്. എന്നിട്ട് ആ എണ്ണയിൽ നീളത്തിലായിട്ടുള്ള പച്ചമുളക്, സവാള, ക്യാരറ്റൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കുക. ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഒരു കഷ്ണം മാഗി ക്യൂബ് ചേർക്കുക. മാഗി ക്യൂബ് ഓപ്ഷനാണ്, പക്ഷേ ഇട്ടാൽ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിട്ടോളിട്ടാ. പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും, കാരണം മസാല തേക്കുന്ന സമയത്ത് എല്ലാ പൊടികളും ഇട്ടിക്കണം. ഇനി ഇതിലും കൂടി ഉള്ള പൊടികളൊക്കെ വലിച്ച് വാരിയിട്ടാൽ മസാല നല്ല കൊത്തും. അതുകൊണ്ട് ഈ 2 പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കൂനുകൂനായിട്ട് തക്കാളി ചേർക്കുക. അതൊന്ന് മിക്സായി സോട്ടായി വന്നാൽ ഫ്രൈ ചെയ്തിട്ടുള്ള സോയാബീനും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ലാസ്റ്റ് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സാക്കി കഴിഞ്ഞാൽ സംഭവം റെഡി. ഇത് പത്തിരിക്കും അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കേടാ.